ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത മലബാർ ക്യാൻസർ സെന്റർ എന്നാണ്. മലബാർ ക്യാൻസർ സെന്റർ സാധാരണ ഈ അസുഖം വന്നാൽ എല്ലാവരും വലിയ ആഡംബര ഹോസ്പിറ്റലുകളിലേക്കാണ് പോകും. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ളൊരു IPS അത്യാവശ്യം സാമ്പത്തിക സുരക്ഷിതത്വമുള്ളവരുമാണ്, റീഇംബേഴ്സ്മെന്റ് ഒക്കെ ഉള്ള ആളുകളാണ്. എന്തുകൊണ്ട് MCC തിരഞ്ഞെടുക്കും? ഒന്ന്, MCCനെ പറ്റി നല്ല ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി. എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ്, ആക്ച്വലി എൻ്റെ ഏജിൽ തന്നെ ഒരാൾക്ക് വേറെ ഒരു ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നു, ടെസ്റ്റിക്കുലർ ക്യാൻസർ. അപ്പം അവൻ ഇവിടെ നിന്നാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഒന്നത്. രണ്ട്, ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഡൽഹിയിൽ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ ഏരിയയിലായിരുന്നു അന്നത്തെ അപ്പോളോ ഹോസ്പിറ്റൽ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തപ്പം എൻ്റെ അസുഖം ലിംഫോമി ആണെന്ന് സ്ഥിരീകരിച്ചായിരുന്നു. അപ്പോൾ അന്ന് എന്നോട് അവിടെ അപ്പോളോ ഹോസ്പിറ്റലിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടർ പറഞ്ഞു, ഒരു ഡോക്ടർ ചന്ദ്രൻ നായരുണ്ട്, ഡോക്ടർ ചന്ദ്രൻ നായർ കേരളത്തിലുണ്ട്, അദ്ദേഹമാണ് ഇതിലത്തെ ഹെൽത്ത് ബെസ്റ്റ്. അത് അന്വേഷിച്ച് വന്നപ്പോൾ ചന്ദ്രൻ നായർ MCC ഏറ്റവും നല്ലത് നമ്മുടെ മുറ്റത്ത്. പിന്നെ മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് സമയത്ത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യും. എന്താ പറയുക, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും, നമുക്ക് അസുഖം. ആ സമയത്ത് കോവിഡ് വളരെയധികം സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് വീട്ടിൻ്റെ തൊട്ടടുത്താണ്, ഭക്ഷണം ക്രമീകരണം അതൊക്കെ ഇതാണ്. അപ്പം അങ്ങനെയാണ് പിന്നെ എല്ലാവർക്കും ഇവർക്കൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നു നമ്മൾ MCCയിൽ പോകുന്നതിന് പേരെ നമുക്ക് വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഞാനൊരൊറ്റ വാശിപ്പെടുത്ത് ഞാൻ പറഞ്ഞു, ഇല്ല നമ്മൾ അത് നിങ്ങൾക്ക് അപ്പോളോയിൽ കിട്ടിയ അഡ്വൈസ്. പിന്നെ എനിക്ക് സാറിന് എനിക്ക് നല്ല ഇതാണ്, മറ്റേ സതീഷ് സാറുണ്ട്, ഡോക്ടർ സതീഷ്. കാരണം ഞാൻ ഇവിടെ തന്നെ വളർന്നവനാണല്ലോ. MCCയിൽ ഉണ്ടായ ആ ഒരു മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട്. സാറ് വന്ന ശേഷം ഞാൻ സർവീസിൽ കയറിയ സമയത്താണ് സാറ് ഇവിടെ ചെയർമാനായിട്ട് മറ്റോ വരുന്നത്, ഡയറക്ടറായിട്ട് വരുന്നത്. എനിക്കൊന്ന് 11-12 അടുപ്പിച്ചിട്ടാണ് ഞാൻ സർവീസ് കയറി. കാരണം അന്ന് ഞാൻ സാറിനെ കോൾ ഓൺ ചെയ്ത് പോയി, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അത് നമ്മൾ ആ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. ഒരു ലൈറ്റർ നോട്ടിൽ പറയാണ്. അതിനൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരാളുകൾ അങ്ങനെ പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രി, സർക്കാർ സംവിധാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവില്ല. അങ്ങനെ ഒരു മാനസിക നിലയിലേക്ക് വളരാനുണ്ടായ കരുത്ത് എന്താണ് ശരിക്കും? ഞാൻ പൊതുവെ സർക്കാർ ആശുപത്രികളിൽ പോകുന്ന ഒരാളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മോളെ പ്രസവിച്ചത് കണ്ണൂർ ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ബിക്കോസ് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ഡോക്ടേഴ്സ് ഇപ്പോൾ പ്രൈവറ്റിൽ തന്നെ ഏറ്റവും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ അവരൊക്കെ സർക്കാർ സർവീസിൽ നിന്ന് ഇതാക്കിയവരാണ്. ഓക്കെ, അപ്പം മാത്രമല്ല, ഐ ഡോണ്ട് നോ വൈ, ഐ ഫീൽ ദേ ആർ ദ ബെസ്റ്റ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകാൻ. പിന്നെ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റിൽ നല്ലോണം പൈസ ചിലവാക്കേണ്ടി വരും എന്നുള്ളൊരു ഇതുകൊണ്ടായിരുന്നു. പിന്നെ MCC തൊട്ടടുത്താണ്. പിന്നെ ഐ ഓൾവേസ് ബിലീവ്. ഞാനിപ്പോൾ ഗോവയിലാണെങ്കിൽ തന്നെ ഞാൻ ഗോവ മെഡിക്കൽ കോളേജിലാണ് പോവാറ്. ഡൽഹിയിലായിരുന്ന സമയത്ത് എയിംസിലാണ് പോയിരുന്നത്.